ഇത് നമുക്ക് 2 റുപ്യ കഴിക്കിട്ടേ കൊടുക്കാം. 2,50,000 രണ്ടേ തൊണ്ണൂറ്റഞ്ചിനോ? 3-3.5 മാർക്കറ്റ് ഉണ്ട്. വന്ന് നോക്കിയിട്ട് വണ്ടി റീപ്ലേസ് ഉണ്ടെങ്കിൽ 15 നമ്മൾ കേൾക്കും. അങ്ങനത്തെ കണ്ടു 2,95. അടിപൊളി. 1.60 കൊടുക്കാം. 1,60 അല്ലേ? 2008 മോഡൽ CRD ആണ്, 28 പേപ്പർ, പുതിയ ഇൻഷുറൻസ് എല്ലാം. ഇത് നമുക്ക് 85 റുപ്യ കൊടുക്കാം. 85,000 റുപ്യ. ഇത് നമുക്ക് 1.65 കൊടുക്കാം. 1,65. അത് 1,90. ഇത് 1.90. ചെക്ക് വന്ന് നോക്കിയിട്ട് വിലക്കുറവില് ക്വാളിറ്റി ഉള്ള വണ്ടികൾ തപ്പി നടക്കുകയാണ് നിങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരേണ്ട സ്ഥലമാണ് നമ്മുടെ ദിലൂസ് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പാണ്ടിക്കാട് വള്ളുവങ്ങാടാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. പിന്നെ കോഴിക്കോട് ടു മഞ്ചേരി ടു പാണ്ടിക്കാട് പോകുമ്പോൾ ആ ഹൈവേ സൈഡിൽ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു കാര്യം എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം വണ്ടികളൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ സെയിലായി പോകും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വണ്ടികളാണ് ഇപ്പോൾ ഒരുപാടധികം ആൾക്കാർ തപ്പി നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് എല്ലാം സെയിലായി പോകുന്നതിൻ്റെ കാരണം. അതായത് ഒരു 60,000 രൂപയിൽ തുടങ്ങിയിട്ട് ഒരു 2.25 ലക്ഷം രൂപ വരെയുള്ള വണ്ടികളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളതെല്ലാം. അടിപൊളി ടെറാനൊക്കെ കിടപ്പുണ്ട്. അതിൻ്റെ വിലയൊക്കെ നിങ്ങൾ ശരിക്കും ഞെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, വില കുറച്ചിട്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികൾ. പിന്നെ ഇവിടെ കിടക്കുന്ന ഒരുവിധം വണ്ടികൾക്ക് ഒന്നിനും റീപ്ലേസ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്ത അത്യാവശ്യം ഒരുപാട് ഓണർഷിപ്പൊന്നും ആവാത്ത ലോണ് കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള നല്ല വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ദിലൂസ് മോട്ടോഴ്സിലേക്ക് വരിക. പിന്നെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇതുപോലത്തെ വണ്ടികൾ തപ്പി കിടക്കുന്നുണ്ട്. അപ്പോൾ അധികം തപ്പി നടക്കണ്ട, എല്ലാവർക്കും ഒരു ഉപകാരമായിട്ട് നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരുന്ന ആൾക്കാർ കാണും. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ എന്തായാലും ചെറിയ പൈസയ്ക്ക് വണ്ടി നോക്കി നടക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നിരത്തി ഒരുപാട് വണ്ടികളിട്ടുണ്ട് നമ്മുടെ ദിലൂസ് മോട്ടോഴ്സിൽ. ഇക്ക റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ വണ്ടികളൊക്കെ ഏകദേശം പോയില്ലേ? ഒന്ന് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ സെയിലായി പോയില്ലേ? ഒക്കെ ഒരാഴ്ച കൊണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും ഒരുപാട് ആൾക്കാർ ഇതേപോലെയുള്ള ചെറുവണ്ടികൾ നോക്കി നടക്കുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് കാണിച്ചു കൊടുത്താലോ? മാക്സിമം വില കുറച്ച് ഓഫറിൽ കൊടുക്കൂല നിങ്ങൾ? മാക്സിമം കമ്മി കൊടുക്കാം. അടിപൊളി. ഈ ഇപ്പൊ നമ്മൾ കാണിക്കാൻ വേണ്ടിയൊക്കെ ലോണ് കയറുമോ? ലോണ് ആർക്കും ആവശ്യം വന്നിട്ടില്ല. ഒക്കെ റെഡി ക്യാഷ് കിട്ടും. 10 മുകളിൽ വണ്ടിക്ക് നമുക്ക് ലോൺ നമുക്ക് പ്രൊഫഷണൽ ക്ലിയറിലേക്ക് അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യത്തെ വണ്ടി തന്നെ ഇയോൺ ആണ്. ഇതേതൊക്കെ മോഡൽ? ഇത് 2013 മോഡൽ മാഗ്ന പ്ലസ്. 13 മാഗ്ന പ്ലസ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ അതെ. അത്യാവശ്യം ഇന്റീരിയർ കാര്യങ്ങളൊന്നും ഒരു പോളിഷ് കമ്പനിയുടെ പോളിഷ് നമ്മൾ ചെയ്യും. നല്ല ഫാൻസി നമ്പറാണ്. 9086 286 എന്ന നമ്പറാണ്. 17 ഓടിയിട്ടുണ്ട്. 17 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. മോഡൽ ഏതായിരുന്നു? 13 ലാസ്റ്റ് മാഗ്ന പ്ലസ് ഇട്ടോ. എന്തൊക്കെ പറഞ്ഞാലും സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. 1.7 കറക്റ്റ് ഓട്ടാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എന്താ വില? 1.35 നമുക്ക് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാം. 1,35,000 മാഗ്ന പ്ലസ് ഇട്ടോ. മാഗ്ന പ്ലസ് 13 ലാസ്റ്റ് വണ്ടിയാണ്. അടിപൊളി. അതുപോലെ തന്നെ ഈ കിടക്കുന്നോ? ഇത് 2012 LXI ആട്ടോ. 12 LXI. അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട്. മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല. AC പവർ സ്റ്റാൻഡ് വർക്കിംഗ്, നല്ല സീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് റീപ്ലേസ്മെന്റ് കുറഞ്ഞ വണ്ടികളാണ്. റീപ്ലേസ്മെന്റ് ഉള്ളത് പറയുന്നുണ്ട്. ഇത് AC പവർ സ്റ്റിയറിംഗ്, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, റിമോട്ട് ഒക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. 2012 ലാസ്റ്റ് വണ്ടിയാണ്. ശരി. എന്താ നമുക്ക് വില? ഇത് നമുക്ക് 1.25 കൊടുക്കാം. 1.25. നല്ല വണ്ടി, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. 1,25,000 രൂപ. ഈ പറഞ്ഞ 12 ആയതുകൊണ്ടാണ്. 12 ആവുന്നുണ്ട്. ശരി. പേപ്പർ കാര്യങ്ങളൊക്കെ പക്ക. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റോ? ഇത് 12 മൂന്നാം മാസം വണ്ടിയാണ്. ഇത് 12 വണ്ടിയാ? 12 വണ്ടി ന്യൂ മോഡലാണ്. LDI കൺവെർട്ട് വീഡിയോയിലേക്ക് മാറിയതാണ്. അതെ. 4 ഡോർ വിൻഡോ ഉണ്ടോ? 2 ഡോർ. കമ്പനി 2 ഡോർ ആണ്. ഓക്കെ. നല്ല സീറ്റ് കാര്യങ്ങള്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് വരുന്നുള്ളൂ. LDI ആണ്, ഡീസൽ ആണെന്ന് പറഞ്ഞു. മൈലേജും കാരണം AC പവർ സ്റ്റോക്ക് വർക്കിംഗ് ആണ്. മേജർ പ്രശ്നങ്ങളൊന്നും മേജർ ഒന്നുമില്ല. ആക്സിഡന്റ് ഒന്നുമില്ല. അടിപൊളി. എന്താ നമുക്ക് വില? ഇത് നമുക്ക് 2 റുപ്യ കഴിക്കിട്ടേ കൊടുക്കാം. 2,50,000. പക്ഷെ 12 അപേക്ഷിച്ച് അന്യായ ക്വാളിറ്റി അല്ലേ? നല്ല വൃത്തിയാ. കാരണം ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികൾ കാണൽ കുറവാണ്. നല്ല വൃത്തി ഉണ്ടെന്നാലും നോക്കിക്കോളൂ. അതുപോലെ തന്നെ ടെറാനോ ആണെങ്കിലോ? ഇത് 2014 മോഡല്. 14 ഡീസൽ 85 ഇഞ്ച് വരുന്നത്. അടിപൊളി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 14 സെക്കൻഡ് ഓണർ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. അലവില് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ. ഈ അലവില് കമ്പനി ഫിറ്റഡ് ആയില്ലേ? 4 ഡോർ വിൻഡോയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. എയർ ബാഗ് എല്ലാം വരും. നല്ല നീറ്റ് വണ്ടി കേട്ടോ. നല്ല നീറ്റ്. റീപ്ലേസ് ഒന്നുമില്ല. ഗ്ലാസ്സിനും മാറാത്ത വണ്ടിയാണ്. അടിപൊളി. ഡീസലാണ്. 85 ഇഞ്ചിലാണ്. 85 നല്ല നീറ്റ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 162 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് ഇത് 2.95 കൊടുക്കാം. 2.95. 3-3.5 മാർക്കറ്റ് ഉണ്ട്. വന്ന് നോക്കിയിട്ട് വണ്ടി റീപ്ലേസ് ഉണ്ടെങ്കിൽ 15 നമ്മൾ കേൾക്കും. അങ്ങനത്തെ കണ്ടു. 2.95. അടിപൊളി. അത് ഈ 14 മോഡൽ അലോവില് കാര്യങ്ങളൊക്കെ കമ്പനി ആയിട്ട് എല്ലാ സാധനവും കൊള്ളാട്ടോ. മോശമൊന്നുമില്ല. ആർക്കെങ്കിലും വേണേ നോക്കിക്കോ. ഓഫർ പ്രൈസ് തന്നെയാണ്. അടുത്തത് ഇതാണെങ്കിലോ? ഇത് ഡാറ്റ്സൺ ഗോ. അതായത് 2014 മോഡല്. 14. AC പവർ സ്റ്റാൻഡ്, പവർ വിൻഡോ എല്ലാം വരും. ടയർ ഭാഗമായാലും ബോഡി ആണെങ്കിൽ ഫുൾ ലേറ്റ്. 53,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 53,000 കമ്പനി പെയിന്റ് വണ്ടി ഇപ്പോഴും. കമ്പനി പെയിന്റ് ഫുൾ നീറ്റ്. ഒരു റീപ്ലേസ് ഒന്നുമില്ല. ഗോയാണ്. 5 സീറ്റർ ആണ്. നല്ല വണ്ടി. നല്ല വണ്ടി മോഡലിലേക്ക് പറ്റുള്ളൂ. അതെ. വിലയോ? വില നമുക്ക് 1,70,000 റുപ്യ കിട്ടിയാൽ കൊടുക്കാം. ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഡൽ 14 ലാസ്റ്റ്. ഓക്കെ. അതായത് ഈ ഷേപ്പിലെ വണ്ടി, ഈ ഒരു വണ്ടി ഫുൾ നീറ്റാണ്. നീറ്റ് വണ്ടിക്ക് പറ്റുള്ളൂ. അതാണ്.
1,70,000 രൂപയ്ക്ക് നല്ല അടിപൊളി വണ്ടി അല്ലേ? അതുപോലെ തന്നെ ഇതാണെങ്കിൽ ഒമിനി, ഇത് 2003 മോഡൽ MPF എഞ്ചിൻ വരുന്ന ഒമിനി. 2028 വരെ ഫുൾ പേപ്പർ. വണ്ടി തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. MPF എഞ്ചിൻ ആയതുകൊണ്ട് മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ ഫുൾ കംപ്ലൈന്റ് ഉണ്ടാവില്ല, ഒന്നുമില്ല. പിന്നെ ഫ്രണ്ടിൽ 2 ടയർ പുത്തൻ രണ്ടുണ്ട്. ഫ്ലാറ്റും കാര്യമൊക്കെ നല്ല വൃത്തിയാണ്. ശരി, എന്താ വില? ഇത് നമുക്ക് 63 ഉറുപ്പിക കൊടുക്കാം. MPF കേട്ടോ, കാർബറ്റ് അല്ല. 63 ഉറുപ്പിക. 2003 28 പേപ്പർ, 27 പേപ്പർ ഉണ്ട്. മെയിനായിട്ട് നോക്കേണ്ടത് MPF എഞ്ചിനാണ്. അതാണ് MPF കംപ്ലൈന്റ് വളരെ കുറവാണ്. 63 ഉറുപ്പിക കൊടുക്കാം. അടിപൊളി. അടുത്ത സ്കോർപിയോ ആണെങ്കിലോ? ഇത് 2008 മോഡൽ CRDI 2008 മോഡൽ ന്യൂ ഷേപ്പ് വരുന്നത്. ആ ഒരു ബമ്പറൊക്കെ മാറി, ബമ്പർ പുതിയ മോഡൽ ആക്കിയിട്ടുണ്ട്. അലവിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഓഫ് റോഡ് പരിപാടി. അതെ. AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈഫർ എല്ലാം വരും. ജസ്റ്റ് ഇന്റീരിയർ കൂടെ കാണിച്ചു തരാം. ഇത് കിലോമീറ്റർ ഒന്നും പറയണ്ട അല്ലേ? കിലോമീറ്റർ 1.5 മുകളിലൊക്കെ ഉണ്ടാവും. 1.5 മുകളിലും 1.5 ആയിട്ടുണ്ടാവും. അതെ. പക്ഷേ വണ്ടി പക്കയാണ്. വണ്ടി പക്കയാണ്, അപാകതയൊന്നുമില്ലല്ലോ? അപാകതയൊന്നുമില്ല. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 1.60 കൊടുക്കാം. 1.60 അല്ലേ? 2008 മോഡൽ CRDI ആണ്. 28 പേപ്പർ, പുതിയ ഇൻഷുറൻസ് എല്ലാം അത്യാവശ്യം വൃത്തിയുള്ള അലവിയിലൊക്കെ ചെയ്ത സ്കോർപിയോ ചെറുക്കന്മാർക്ക് കമ്പക്കാർക്ക് പറ്റുള്ളൂ. അതെ, അത് അത്യാവശ്യം പണിയൊക്കെ എടുത്താൽ ഒന്നും കൂടി അടിപൊളിയാ വണ്ടി. അതെ, 1.60 കൈ കിട്ടിയാൽ കൊടുക്കാം. 1.60 കേട്ടോ. അപ്പം അതെല്ലാം നിങ്ങൾ നോക്കിക്കോ. അതുപോലെ തന്നെ ഈ അൾട്ടോ ആണെങ്കിലോ? ഇത് 2013-14 റൈസർ LXI വണ്ടി. 13-14 LXI. ഇത് കിലോമീറ്റർ അറിയുക? കിലോമീറ്റർ 1 അടുത്തിട്ടോ. 1 അടുത്തോടെ ഗ്ലാസ് ഒന്നും മാറിയില്ല, മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. റീപ്ലേസ്മെന്റ് പറഞ്ഞു കൊടുക്കണ്ടേ. ഇഞ്ചോലും വെട്ടിയാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇഞ്ചർ റൂമും കാര്യമെല്ലാം വീഡിയോ നമ്മൾ സപ്പറേറ്റ് വിട്ട് കൊടുക്കണ്ടേ. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് 1.70 കൊടുക്കാം. 13-14 റൈസർ LXI അൾട്ടോ 1.70 സെക്കൻഡ് ഓണർ. നല്ല വൃത്തിയുള്ള നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഇത് 2008 റൈസർ വരുന്ന വണ്ടിയാണ്. VXI വാഗനർ. VXI ആണ്. ഒരു റീപ്ലേസ്മെന്റ് കേട്ടോ. ക്ലാസ് കൂടി മാറാത്ത വണ്ടി. അതെ അല്ലേ? പക്കാണോ? അടിപൊളി. ഇത് കൊള്ളാലോ. റൂമൊക്കെ പക്ക. VXI-ലാണ്. AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. 2008 റൈസർ, 28 പേപ്പർ, പുതിയ ഇൻഷുറൻസ്. ഇത് നമുക്ക് 85 ഉറുപ്പിക കൊടുക്കാം. 85,000 ഉറുപ്പിക. അടിപൊളി. 2008 സെക്കൻഡ് ഓണർ ആയിട്ട് കേട്ടോ. പേപ്പർ 28 വരെ സെക്കൻഡ് ഓണർ. മോശമൊന്നുമില്ല. അതും സെക്കൻഡ് ഓണറിൽ ഇത്രയും വൃത്തിയുള്ള നല്ല വൃത്തി. ഒന്നും റീപ്ലേസ്, ഗ്ലാസും മാറിയില്ല. അതെ. ഈ ഇതാണെങ്കിലോ റിച്ച്? ഇത് 13 മോഡല്. 13 VDI ആണ്. അടിപൊളി. അത് ഇതേ പറഞ്ഞ റീപ്ലേസ് ഇല്ലാത്ത ഗ്യാരണ്ടി കൊടുക്കാം. റീപ്ലേസ് ഇല്ലാത്ത ഗ്യാരണ്ടി കൊടുക്കാം. അതാണ്. 13 മോഡലാണ്. 28 പേപ്പർ ഉണ്ട്. ഇതാ മറ്റൊരു SP അല്ലേ? SP അഡീഷൻ ഇല്ല. അതിന് ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാ. കമ്പനി സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ VDI ആയതുകൊണ്ട് ഫോട്ടോ വിൻഡോ ന്യൂ ടൈപ്പ് വണ്ടി വരിക. ഫ്രണ്ടിൽ 2 പുതിയ ടയറും ഉണ്ട്. അതെ, വണ്ടി എല്ലാം ആവുന്നുണ്ട്. തുരുമ്പില്ല, നല്ല ഗ്യാരണ്ടി നമ്മള് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ശരി, 13 വണ്ടി എന്താ? 13 വണ്ടി നമുക്ക് ഓഫ് റൈസർ കൊടുക്കാം. 2,75,000 രൂപ കൊടുക്കാം. 2,75. 13 മോഡൽ VDI റീപ്ലേസ് ഇല്ലാത്ത ഗ്യാരണ്ടി. അതെ, നല്ല ക്ലീൻ വണ്ടിയാണ്. 1.17 ഓട്ടം കാണിക്കുന്നതിൽ കറക്റ്റ് നമുക്ക് പറയാൻ കഴിയില്ല. 1.17 കാണിക്കുള്ളൂ. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അതെ. ഈ വാഗണർ ആണെങ്കിലോ? ഇത് 13-14 റൈസർ വരുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പില് 90,000 കിലോമീറ്റർ. നല്ല 2 പുത്തൻ ടയർ. ഒക്കെ ഒരു പുത്തൻ ടയറൊന്നല്ല, വണ്ടി ഫുൾ നീറ്റ്. അതെ അല്ലേ? ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. അതും ഗ്യാരണ്ടി കൊടുക്കട്ടെ. 13-14 റൈസർ 29 പേപ്പർ. ഇത് എഡിഷൻ ലിമിറ്റഡ് എഡിഷൻ എല്ലാം സെറ്റ് കാര്യങ്ങളൊക്കെ സ്പോയിലർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അത് VXI അല്ല LXI VXI-ന്റെ എഡിഷനിൽ വരുന്നതാണ്. അപ്പൊ അതൊന്നും ഒന്നുമില്ല, ഗ്യാരണ്ടി. ഇതൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. ഗ്യാരണ്ടി കൊടുക്കാം. ശരി, എന്താ വില? ഇത് നമുക്കൊരു 2,35,000 കൈ കിട്ടിയാൽ കൊടുക്കാം. 2.35. നമ്മളിവിടെ 2.45 ചോദിക്കാണ്ട് 2.35 കൈ കിട്ടിയാൽ കൊടുക്കും. മോശമൊന്നുമില്ല. 14 റൈസറാണ്. 29 പേപ്പറുണ്ട്. സെക്കൻഡ് ഓണർ. നല്ല നീറ്റാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ മോഡൽ ക്ലീൻ വണ്ടികളൊക്കെ അത് ക്ലീൻ വണ്ടി പറഞ്ഞു കൊടുക്കാം. സെക്കൻഡ് ചാവിന്റെ റിമോട്ട് കാലം എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈക്കോ ഉണ്ടല്ലോ. ഈക്കോ 2012 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് 12 സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ. ഇതിന് പിന്നെ പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. AC വരുന്നുണ്ട്. AC ചെറിയ കംപ്ലൈന്റ് ശരിയാക്കി വെക്കുന്ന ആളൊക്കെ. ഇത് 5 സീറ്റ് അല്ലേ? 5 സീറ്റ് AC വരുന്നത്. മോശമൊന്നുമില്ല കേട്ടോ. ഒന്നും മാറിയില്ല. ഗ്ലാസ്സിന് മാത്രം ജസ്റ്റ് സീറ്റ് കവറൊക്കെ ഒന്ന് ക്ലീൻ സീറ്റ് കവർ ഗ്ലാസ്സിൽ ഇന്ന് വന്നിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളൂ. ശരി, ഒന്നാളെ ചെയ്തിട്ട് കൊടുക്കുക. ആയിക്കോട്ടെ. പാർട്ടി വരുമ്പോ ക്ലിയർ പോളിഷ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടയർ എല്ലാം ഫുൾ ആക്കണം. എന്താ വില നമുക്ക്? ഇത് നമുക്ക് 1.90 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. 12 മോഡൽ സിംഗിൾ ഓണർ. അടിപൊളി. 12 സിംഗിൾ ഓണർ വണ്ടി 1.90. ഇതാ 2012 മോഡൽ തന്നെ തേർഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. നമുക്ക് 1.65 കൊടുക്കാം. 12 വണ്ടിന് 1.65 അല്ല കേരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേമാതിരി സെയിം വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആയിട്ട് നല്ല വൃത്തിയുണ്ട് രണ്ടും. ടയറും കാര്യമൊക്കെ ഫുൾ. ഇത് 1.60 ഇത് 5 സീറ്റ് AC വരുന്നതാണ്. AC ചെറിയ കംപ്ലീറ്റ് ഇടുന്നുള്ളൂ. ഇത് നമുക്ക് 1.65 കൊടുക്കാം. 1.65 അത് 1.90. ഇത് 1.90. പാർട്ടി സിംഗിൾ ഓണർഷിപ്പ് 2 ശക്തി വന്നിട്ട് നോക്കിയിട്ട് അത് സിംഗിൾ ഓണർ. ഇത് തേർഡ് ഓണർ അല്ലേ? ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വ്യത്യാസം മാത്രമേ. പിന്നെ കിലോമീറ്റർ ഒക്കെ 1.30 1.30 രണ്ടും ആവശ്യമുള്ളൂ. 1.20 അത് നിങ്ങൾ ചെക്ക് ചെയ്ത് എടുത്തോളൂ. അതുപോലെ തന്നെ ഈ അൾട്ടോ ആണെങ്കിലോ? ഇത് 18-19 റൈസറാണ്. CNG വരുന്ന വണ്ടിയാണ്. 18-19 CNG. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 30 കിലോമീറ്റർ മൈലേജ്. 19 റൈസറിൽ വരുന്നതാണ്. 34 വരെ പേപ്പർ ഉണ്ടാവും. പിന്നെ പുതിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. CNG ഉണ്ട്. 30, 32, 33 മൈലേജും കിട്ടും. ശരി.
ഇത് നമുക്കൊരു 2,25,000 രൂപ കൊടുക്കാം. 2,25 19 റൈസർ CNG പൈസ വേണ്ട മോഡലില്ല. തട്ടുമുട്ടുള്ള ഗ്യാരണ്ടി കൊടുക്കും. ഒന്ന് ചെക്ക് ചെയ്ത് തട്ടുമുട്ടുള്ള ഗ്യാരണ്ടി ഒന്നും മാറാത്ത. അപ്പോൾ 19 വണ്ടിക്ക് നിങ്ങൾ അത്ര വില കുറച്ച് നമുക്ക് ഓഫർ ചെയ്താണ്. കമ്പനി ലഭിച്ചതിന്റെ വണ്ടിയാണ്, ബുക്ക് ലഭിച്ചതിന്റെ പാർട്ടി ലഭിച്ചതിന്റെ അപ്പോൾ ആ കണ്ടീഷൻ കൊടുക്കാൻ നമ്മൾ. അടിപൊളി, നല്ല അടിപൊളി, നല്ല വണ്ടി. 2 ടയർ പുതിയതുണ്ട്. അതായത് ഒരു 60 രൂപ CNG വില കുറച്ചാൽ വില കുറച്ചതല്ല, അതിന് വില ആടില്ല. 19 റൈസർ വണ്ടിക്ക് 2,200 മാർക്കറ്റിൽ 2,25,000 രൂപ നമ്മൾ ഓഫർ ആയിട്ട് കൊടുക്കാതെ. അടിപൊളി, 2,25 ഇത് എടുത്തോണ്ട് പോകാം. അതുപോലെ തന്നെ ഇതാണ് അടിച്ചപൊളി വണ്ടി, മൈക്ര ഡീസൽ 2011 12-ാം മാസം വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്, 12-ാം മാസം. ഫുൾ ഓപ്ഷൻ ബട്ടൺ ഷാർട്ട് വരുന്ന വണ്ടി. പേപ്പർ എടുത്തോ? പേപ്പർ എടുക്കാൻ 6 മാസം ഉണ്ട്. 6 മാസം അല്ലേ? പക്ഷെ നല്ല നീറ്റ് ആണല്ലോ. അതിൽ വിലക്ക് കൊടുക്കണേ നമ്മൾ, ചെറിയ വിലക്ക് കൊടുക്കണതൊക്കെ. ഇത് ബട്ടൺ ഷാർട്ട് ഉൾപ്പെടെ, ബട്ടൺ ഷാർട്ട് ഉൾപ്പെടെ അലേവിയിൽ കാര്യങ്ങൾ, എയർ ബാഗ്, ബാക്ക് വൈഫർ, ടോപ്പിന്റെ ടോപ്പിന്റെ സെക്കൻഡ് ഓണർഷിപ്പ്, 1.35 കറക്റ്റ് ഓട്ടം. ശരി, ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് 1,25,000 കൊടുക്കാം. 1,25 കൊടുക്കാം. 1,25 ഇതാ ഈ പറഞ്ഞ സാധനം എടുത്തോണ്ട് പോകാം. 1,25,000. 1,25,000. 2,00,000 കുറച്ച് കഴിഞ്ഞാൽ വണ്ടി കിട്ടില്ല. പേപ്പർ 6 മാസം കഴിഞ്ഞാൽ 15 രൂപ ചെലവ് വരുള്ളൂ. അതേ ഉള്ളൂ. ഇത് എടുക്കുമ്പോൾ മൈലേജ് 22-23 മൈലേജും കിട്ടും. വണ്ടി റീപ്ലേസ്മെന്റ് ഇല്ലാതെ ഗ്യാരണ്ടി കൊടുക്കും. സെക്കൻഡ് ഉറപ്പിൽ കൊടുക്കും നമ്മൾ. നോക്കിയ ഗ്ലാസോ കാരണം ഒന്നും നോക്കുകയാണെങ്കിൽ നമ്മത്തെ ഇഞ്ചിൻ റൂമ തുറന്ന കാണിച്ചു എല്ലാം കാണിച്ചു കൊടുക്കാം. 1,25 മുതലാണ്. അതന്നെ, ഇത് പേപ്പർ 6 മാസം കഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞാൽ 2 രൂപ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി കിട്ടും. അതും ഫുൾ ഓപ്ഷനിൽ ബട്ടർ സ്റ്റാർട്ട് വരെ വരുന്നത്. ഒന്നും പറയാനില്ല. ഒന്ന് ചെക്ക് ചെയ്ത് ഓടിച്ച് 10-100 കൊണ്ട് ഓടിച്ച് കൊണ്ടുപോയാൽ മതി. അത്രേ ഉള്ളൂ. ധൈര്യമാണ്, ധൈര്യത്തിൽ കൊടുക്കാം. അതെ. ആ കിടക്കുന്ന ഇൻഡിക്ക കാണിച്ചു കൊടുത്താൽ നമുക്ക്. ഇൻഡിക്ക 2009 വിസ്റ്റയാണ്, 9 മോഡൽ വിസ്റ്റ. ഇത് പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അത് നമുക്ക് 75 രൂപ ഓഫ് റൈസർ കൊടുത്തത്. അതായത് 2009 മോഡൽ ക്വാർട്ടർ ജെറ്റ് ഇഞ്ചൻ വരുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. അപ്പൊ നമ്മള് എക്സ്ചേഞ്ച് വന്ന വെച്ച കണ്ടീഷനാണ്. നമുക്ക് 25 പേപ്പർ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ടാവും. 75 രൂപ. വേറെ 75 രൂപയ്ക്ക് അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോട്ടോ. അതുപോലെ തന്നെ മോഡൽ ഇത് 2009 ലാസ്റ്റ് വണ്ടി, 30 വരെ പേപ്പർ VXI. 2009 VXI അല്ലേ? VXI കൊള്ളാലോ. 4 ഡോർ പവർ വിൻഡ് വരും. 30 വരെ പേപ്പർ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും വരില്ല, ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും മാറാത്ത, അപ്രോൺ വർക്ക് ഒന്നും എടുത്തിട്ടില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. 1,20,000 രൂപ നമ്മൾ ഇത് കൊടുക്കും. 1,20,000 നമുക്ക് കൊടുക്കാം. ഇത് എടുത്തോണ്ട് പോകാം അല്ലേ? നല്ല നീറ്റ് വണ്ടി, നല്ല നീറ്റ് വണ്ടി. അടിപൊളി. ആർക്കെങ്കിലും വേണമെന്ന് നോക്കിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. 30 പേപ്പർ അല്ലേ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി അല്ലേ? അതെ അതെ അതെ. ഇത് 2008 റൈസർ വണ്ടിയാണ്. 7 മോഡലാണ്, 8 റൈസർ വരുന്ന വണ്ടിയാണ്. സെൻ LXO എസ്റ്റിലോ. LXI വരുന്നതാണ്. AC പവർ സ്റ്റാറിംഗ്, 2 ഡോർ പവർ വിൻഡ്. അതെ അതെ, LXI എസ്റ്റിലോ ആണ്. 28 വരെ പേപ്പർ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ചെറിയ പാർട്ടിക്ക് നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അതുമൊക്കെ ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറ്റി പിടിച്ചില്ല. പിങ്ക് കളറാണ്. ഒന്നുമില്ല, മേജർ അപാകങ്ങളൊന്നുമില്ല. പിന്നെ അതിലെ വിലക്കുമ്പോൾ കൊടുക്കുക 70 ഉറുപ്പിക കൊടുക്കും. 8 റൈസറാണ്, 28 വരെ പേപ്പറുണ്ട്. വെറും 70,000 രൂപയ്ക്ക്. അടിപൊളി കേട്ടോ, മോശമൊന്നുമില്ല, ഒരു മോശമല്ല. വണ്ടിക്ക് ഒരു മോശം. അതെ, ആ ഒരു കളർ മാത്രമേ ഉള്ളൂ അല്ലേ? പിങ്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്ത നമ്പർ വെച്ചിട്ടുണ്ട്. ഇതിന്റെ വാട്സപ്പിൽ ലിങ്ക് ഉണ്ട്, അത് കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്തല്ലേ? അപ്പോൾ നമ്മുടെ ദിലൂസ് മോട്ടോഴ്സിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് നിങ്ങൾ ഇത്ര സമയം കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾ ലൊക്കേഷൻ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട്. അതായത് മലപ്പുറം മഞ്ചേരി നിന്ന് വരികയാണെങ്കിൽ 10 കിലോമീറ്റർ. പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് വെള്ളുവങ്ങാട് അല്ലേ? അവർ പാലോ കഴിഞ്ഞിട്ട് വെള്ളുവങ്ങാട്. പാണ്ടിക്കാട് നിന്ന് മഞ്ചേരി റോട്ടിന് 3 കിലോമീറ്റർ വരിക. മഞ്ചേരിയിൽ നിങ്ങൾ പാണ്ടിക്കാട് പോകുകയാണെങ്കിൽ ഒന്നും അറിയാനില്ല, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി റോട്ടിൽ തന്നെ. കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് റോഡ് സൈഡിൽ തന്നെ ഇത്രയും വണ്ടികൾ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ചെറിയ പൈസക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങളൊരു കാര്യം ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ. നമ്പറൊക്കെ വെച്ചിട്ട് കോൺടാക്ട് ചെയ്ത് ഏത് വണ്ടി വേണമെങ്കിലും അടുത്തൊരു കിലോ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും